പുറത്ത് ഏകദേശം 70,000 രൂപയ്ക്ക് മുകളിൽ MRP വരുന്നൊരു ഫ്രിഡ്ജാണ് കേട്ടോ ഇത്. നമുക്ക് ഏകദേശം വില വരുന്നത് 37,000 രൂപ മാത്രമാണ്. 1 ടൺ AC 19,000 രൂപ മുതൽ നമുക്കിവിടെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. അപ്പോഴേ തള്ളൊന്നുമല്ല, ഒരു ഷോറൂമിൽ ഇരിക്കുന്ന അതേ കണ്ടീഷൻ തന്നെയാണ് നമ്മളിവിടെ കൊടുക്കുന്നതെന്ന്. ഫുള്ളി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻ നമുക്ക് ഏകദേശം 10,000 രൂപ മുതൽ സ്റ്റാർട്ടിങ്ങിലുണ്ട്. സിംഗിൾ ഡോർ ഫ്രിഡ്ജുകൾ നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 8,000 രൂപ മുതൽ വരുന്നുണ്ട്. ഷോറൂം കണ്ടീഷനാണെന്ന് നമ്മൾ വെറുതെ പറഞ്ഞതല്ല, നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് തന്നെ നോക്കിക്കളയത്. പുറത്ത് ഏകദേശം ഒരു 35,000 രൂപയോളം MRP വരുന്നൊരു മോഡൽ 3 ഡോറാണിതേ. തീരെ കറണ്ട് കുറവെടുക്കുന്നൊരു മോഡലാണ്. ഒരു CFL ബൾബിൻ്റെ കറണ്ട് മതി ഇതിന് വർക്ക് ചെയ്യാനായിട്ട്. നമ്മളുടെ വില വരുന്നത് 21,000 രൂപ മാത്രം. ഇതൊരു വോൾട്ടാസിൻ്റെ ഒരു 1 ടൺ AC കേട്ടോ, 3 സ്റ്റാർ. നമുക്കൊരു 20,000 രൂപ വരെയൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു മോഡലായത്. 18,000 രൂപയോളം MRP വരുന്നൊരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് കേട്ടോ, BPLൻ്റെ ആണ്. നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം 9,000 രൂപയാണ് വരുന്നത്. ചേട്ടാ, അപ്പോൾ ഇവിടെ എന്താ പരിപാടി? ഇത് നമ്മുടെ ATCയുടെ ആലപ്പുഴയിലെ ഏറ്റവും മെയിൻ വെയർഹൗസ് ആണ്, വളവനാടാണ്. നമ്മൾ ഇതിനു മുമ്പ് എടുത്തിരുന്നതൊക്കെ നമ്മുടെ ബ്രാഞ്ചസ് ആയിരുന്നു. നമ്മുടെ മാവേലിക്കരയിലുള്ളതും കോട്ടയം കുറുപ്പന്തറ. ഇതാണ് നമ്മുടെ ആലപ്പുഴയിലെ ഏറ്റവും മെയിൻ വെയർഹൗസ്. ഇവിടെ എന്തൊക്കെയുള്ളത്? ഇവിടെ നമുക്ക് ഏറ്റവും മെയിനായിട്ട് റെഫ്രിജറേറ്റർ ഉണ്ട്, AC ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, പിന്നെ കുറച്ച് കൊമേഴ്ഷ്യൽ പർപ്പസിനുള്ള ഫ്രീസർ, കൂളർ, മൈക്രോവേവ് ഓവൻ, അങ്ങനെ ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടെ സ്റ്റോക്ക് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രിഡ്ജിന്റെ സെക്ഷനാണ്. ഇത് നമ്മുടെ ഫ്രിഡ്ജിന്റെ സെക്ഷനാണ്. ഇതൊക്കെ ഒരു 346 ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഒരു മോഡലാണ്. അപ്പോഴേ തള്ളൊന്നുമല്ല, ഒരു ഷോറൂമിൽ ഇരിക്കുന്ന അതേ കണ്ടീഷൻ തന്നെയാണ് നമ്മളിവിടെ കൊടുക്കുന്നതെന്ന് കാണിക്കാൻ. തുറന്നാലും നമുക്ക് ഓപ്പൺ ചെയ്യാം, തുറക്കാം. തെർമോക്കളെല്ലാം ഉണ്ട്, അതായത് പൊട്ടിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ അതായത് നമ്മളിപ്പോൾ പെട്ടി പൊട്ടിച്ചതാണ്. ഇതേ ഡോറ് തുറക്കുന്ന സ്റ്റിക്കർ പോലും പൊട്ടിച്ചിട്ടില്ല, ഫ്രഷ് പീസാണ്. ഇതേ കണ്ടീഷനാണ് കേട്ടോ. ഈ ഇരിക്കുന്ന എല്ലാ മോഡലും അതേ കണ്ടീഷനുള്ള ഫ്രിഡ്ജുകളാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാ ഫ്രിഡ്ജുകളും ഇതേ കണ്ടീഷനിൽ നമ്മളിപ്പോൾ പെട്ടി പൊട്ടിച്ച് കാണിച്ചിരുന്നു, അതേ കണ്ടീഷനുള്ളതാണ് എല്ലാ ഫ്രിഡ്ജുകളും. ഇതേ സ്റ്റോക്ക് നമുക്ക് നമ്മുടെ മാവേലിക്കര ബ്രാഞ്ചിലും നമ്മുടെ കുറുപ്പന്തറ ബ്രാഞ്ചിലും ഇതേ കണ്ടീഷനുള്ള സ്റ്റോക്ക്, സെയിം സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഈ 35,000 രൂപ സാധനം നിങ്ങൾക്ക് എങ്ങനെ 21,000 രൂപ കൊടുക്കാൻ പറ്റണേ? എന്തായാലും എടുക്കുന്ന കസ്റ്റമർ ഒന്ന് വന്ന് നോക്കിയാൽ നന്നായിരിക്കും. ഇതിൻ്റെ എന്താണ് നെഗറ്റീവ് എന്നുള്ളതൊന്ന് കണ്ട് മനസ്സിലാക്കാം. ഇതൊക്കെ ഒരു ഇയർ ബാക്ക് വരുന്നതിൻ്റെ പേരിൽ മാത്രമാണ് നമുക്ക് അത്രയും ഇത് വരുന്നത്. ഇത് ബോഷിൻ്റെ ഒരു വാറണ്ടി പീസാണ് കേട്ടോ. ടോപ്പ് ലോഡ് ഫുള്ളി ഓട്ടോമാറ്റിക് വിത്ത് വാറണ്ടി വരുന്നൊരു പീസാണ്. 7 kg വരുന്നതാണ്. നമ്മുടെ ഒരു റേറ്റ് വരുമ്പോഴത്തേക്ക് ഒരു 17,000 രൂപ റേഞ്ച് വരെ ലാസ്റ്റ് വരും. മാർക്കറ്റ് റേറ്റ് ഒരു 25,000 രൂപ വരെ വരുന്ന മോഡലാണ്. 25,000 രൂപയോളം വില വരുന്നുണ്ട്. അതെ, വിത്ത് കമ്പനി വാറണ്ടിയിൽ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ റേറ്റിൽ. ഫ്രാഞ്ചൈസി ഇപ്പം നമ്മൾ തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും പുതിയത് തുടങ്ങാനുള്ളൊരു പ്ലാനുണ്ട്. താല്പര്യമുള്ളവർ നമ്മുടെ ഓഫീസ് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ ബാക്കി ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു അത്യാവശ്യം പ്രീമിയം സെഗ്മെന്റ് വരുന്നൊരു ഫ്രിഡ്ജാണ്, ഹയറിൻ്റെ അല്ലേ? അതെ, ഇതൊരു 490 ലിറ്ററിന് മുകളിൽ കപ്പാസിറ്റി വരുന്ന ഒരു ഹെവി ആയിട്ടുള്ളൊരു മോഡലാണ്. ഇതിന് MRP എത്ര രൂപയുണ്ട്? ഒരു 55 മുകളിൽ മാർക്കറ്റ് റേറ്റ് വരുന്നൊരു മോഡലാണ്. നമ്മൾ എത്ര രൂപ കൊടുക്കണം? നമുക്കൊരു 38-37 റേഞ്ച് വരെയൊക്കെ ലാസ്റ്റ് ഇത് കൊടുക്കാം. അപ്പോൾ ഇത് എന്താണ് ഇത്രയും വിലക്കുറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റണേ? മെയിനായിട്ട് സ്ക്രാച്ചസ് എന്തെങ്കിലും ഉണ്ടാവും, ഇല്ലെങ്കിൽ ഡാമേജസ് എന്തെങ്കിലും ഉണ്ടാവും. പ്രത്യക്ഷത്തിൽ യാതൊരു പ്രശ്നമില്ലാത്തൊരു ഫ്രിഡ്ജാണല്ലോ. ഡിസ്പ്ലേ പീസ് വരും, പിന്നെ നമുക്ക് ഇയർ ബാക്ക് പീസ് വരും. 2023 മോഡലാണ്. ഡിസ്പ്ലേ ഇരുന്ന പീസുകൾ ഉണ്ടാവും. ബോക്സ് ഒക്കെ പൊട്ടിച്ച് ഡിസ്പ്ലേ ഇരുന്ന പീസുകൾ പിന്നീട് അവർക്ക് ആ സീൽഡ് വിൽക്കുന്ന ആ ക്വാളിറ്റിയിലോ ആ പ്രൈസിലോ സെയിൽ ചെയ്യാൻ പറ്റില്ല. അത് റിട്ടേൺ കമ്പനിയിലേക്ക് പോകും, അവിടെ നിന്ന് നമുക്ക് വരും. പിന്നെ മൈനോട്ട് ചിലതൊന്നും നമ്മൾ കാണുന്ന ഭാഗത്തായിരിക്കണമെന്നില്ല, പുറകിലോ സൈഡിലോ ഒക്കെ ആവും അതിന്റെ സ്ക്രാച്ചസ് വരുന്നത്. ഇതിന് നമുക്ക് ഇന്റേണൽ ആയിട്ട് എന്തെങ്കിലും ഡാമേജ്, വർക്കിംഗ് കണ്ടീഷനൊന്നും യാതൊരു വിഷയമില്ല. നമ്മൾ കസ്റ്റമറുടെ പ്രസൻസിൽ അത് വർക്ക് ചെയ്യിച്ച് ഓക്കെ ആണെന്ന് അവരെ കൺഫേം ആക്കിയിട്ട് മാത്രമേ നമ്മളത് ഡെലിവറി ചെയ്യത്തുള്ളൂ. ഇതൊക്കെ വേൾപൂളിൻ്റെ ഒക്കെ അടുത്തൊരു മോഡലാണ്. ഇതൊക്കെ ഒരു 480 ലിറ്ററിന് മുകളിൽ കപ്പാസിറ്റി വരുന്ന ഒരു മോഡലാണ്. ഒരു ഡാർക്ക് എഡിഷൻ വരുന്ന മോഡലാണ്. അതിന്റെ ഒരു ലെഗിന് ലൂസ് ഉണ്ട്, ഒരു ലെഗ് മിസ്സിംഗ് ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതൊക്കെ നമുക്ക് 480 എന്ന് പറയുമ്പോൾ 2023 മോഡലുമാണ്. ഇതൊക്കെ ഒരു 50 രൂപയ്ക്ക് മുകളിൽ മാർക്കറ്റ് റേറ്റ് വരുന്ന മോഡലാണ്. ഷോപ്പിലെ പ്രൈസ് ഒരു 50,000 മുകളിൽ സെയിൽ ചെയ്യുന്ന മോഡലാണ്. നമുക്കിതൊക്കെ ഒരു 38-37 2 സ്റ്റാർ ആണ്. നമുക്ക് ലാസ്റ്റ് ഒരു 37,000 വരെയൊക്കെ നമുക്ക് സെയിൽ ചെയ്യുന്ന മോഡൽ. അതായത് 50,000 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ഒരു ഫ്രിഡ്ജാണ്. പക്ഷെ അതിന്റെ ആകെപ്പാട് ഒരു ഡ്രോബാക്ക് അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും കേട്ടോ. അത് ക്ലിയർ ചെയ്തേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ അതിന്റെ ക്ലിയർ ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ 36 സംതിങ്ങിനാണ്, 37 വരെ നമ്മൾ സെയിൽ ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ കുറേ സാധനം ഫ്രിഡ്ജൊക്കെ പുറത്ത് വെച്ചു, ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു സാധനത്തിനും ഒരു അൺബോക്സ്ഡ് അല്ല, ഇതെന്താ സംഭവം? ഇത് കുറച്ച് നമുക്ക് ഓണത്തിന് ശേഷം വന്ന ലേറ്റസ്റ്റ് സ്റ്റോക്കാണ്. ഇത് BPLൻ്റെ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മോഡലാണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊക്കെ മാർക്കറ്റിൽ ഉള്ള അതേ കണ്ടീഷനുള്ള പീസുകളാണ്. പുത്തനാണ്. അതെ തീർച്ചയായിട്ടും. അതായത് മറ്റേ ഡാമേജ് ആയിട്ട് വന്നേക്കുന്ന ഐറ്റംസ് അല്ല. ഇതൊക്കെ വാറണ്ടി ഉണ്ട്. ഇത് വിത്ത് വാറണ്ടിയാണ്. ഇതൊക്കെ ഷോപ്പിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന സെയിം ഗ്യാരണ്ടിയും വാറണ്ടിയും എല്ലാം ഉള്ള മോഡലാണ്. അതും കുറച്ച് പീസ് നമുക്ക് വരാറുണ്ട്. നമുക്ക് ഇത് കൂടാണ്ട് ബോഷും ഒക്കെ ഇടയ്ക്ക് നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ബോഷിൻ്റെയും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ വിത്ത് വാറണ്ടി വരും. ഇത് BPL നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന കുറച്ച് സെമി ഓട്ടോമാറ്റിക് ആണ്. ഒറ്റ മോഡൽ 7 kg നമ്മളൊരു 9,000 സെയിൽ ചെയ്യുന്നൊരു മോഡലാണ്. 10 രൂപയ്ക്ക് മുകളിലൊക്കെ മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്നൊരു മോഡലാണ്. മാർക്കറ്റിൽ കിട്ടുന്ന അതേ കണ്ടീഷൻ, അതേ ഗ്യാരണ്ടിയും വാറണ്ടിയും എല്ലാം ഉള്ള മോഡൽ. വളരെ റയർ ആയിട്ടുള്ള ഐറ്റംസ് ആണ് നമുക്ക് വിത്ത് വാറണ്ടിയിൽ വരുന്നത്. ബാക്കിയുള്ളതിന് നമ്മൾ കൊടുക്കുന്ന 1 month ചെക്കിംഗ് വാറണ്ടിയും പ്ലസ് നമ്മുടെ സർവീസും മാത്രമേ വരുന്നുള്ളൂ. അത് ഹെയറിന്റെ
ഹയറിന്റെ 2 ഫ്രിഡ്ജാണ്, രണ്ടും സെയിം മോഡലാണ്. ഇതൊരു മാറ്റ് ഫിനിഷ് വരുന്നത്, ഇതൊരു നോർമൽ ഒരു ഗ്ലോസി ടൈപ്പ് വരുന്ന മോഡൽ. സെയിം കപ്പാസിറ്റി ആണ്, സെയിം സ്റ്റാർ റേറ്റിംഗ് ആണ്, സെയിം ഇയർ ആണ്. 2024 മോഡൽ തന്നെയാണ്, വലിയ മോഡലാണ്. ഒരു ആവറേജ് ഫാമിലിയിലേക്കൊക്കെ പറ്റിയൊരു അത്യാവശ്യം പ്രീമിയം മോഡലാണ്. ഇതിന് എത്ര വരുന്ന വില? ഇതൊക്കെ നമുക്കൊരു 33-34 വരെ കൊടുക്കും. 3 സ്റ്റാർ ആണ് കേട്ടോ. MRP എത്ര കാണും? ഇതൊരു 46-48 മുകളിൽ മാർക്കറ്റ് റേറ്റ് വരുന്ന ഒരു മോഡൽ. ഇയർ ബാക്ക് ആയിരിക്കില്ലേ? അല്ല, ഇത് ഇയർ ബാക്ക് അല്ല. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ സൈഡിലൊക്കെ ചെറിയ സ്ക്രാച്ചസ് ആണ്. നമ്മുടെ ഫ്രണ്ട് ഭാഗമൊക്കെ നല്ല നീറ്റ് ആണ്, കാണാൻ പറ്റില്ല. സൈഡിലൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ടാകും. ചിലപ്പോൾ പുറത്തിറക്കുമ്പോൾ, ഈ വണ്ടിയിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ ലോഡിങ്ങിലും അൺലോഡിങ്ങിലും സംഭവിക്കുന്നുണ്ടാവും. പിന്നെ ഡിസ്പ്ലേ ഷോപ്പുകളിലും വരും, ഡീലർഷിപ്പിലൊക്കെ ഡിസ്പ്ലേ ഇരിക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരുന്ന തട്ടുമുട്ടും എല്ലാം ഉണ്ടാവും. അതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഇഷ്യൂസ്. ഇപ്പം നിങ്ങളുടെ ഗോഡൗണിലേക്ക് ഒരാൾ വന്നിട്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു 25 AC വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? AC ഒക്കെ നമുക്ക് കൊടുക്കാം. AC ഒക്കെ നമുക്ക് ഏകദേശം എല്ലായ്പ്പോഴും നമുക്കൊരു 100 പീസിന് മുകളിലൊക്കെ ബാക്കപ്പ് ഉണ്ടാവാറുണ്ട്. പിന്നെ ബ്രാൻഡ്, അവർ ഡിമാൻഡ് ചെയ്യുന്ന ബ്രാൻഡ് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. AC നമുക്ക് നിലവിൽ എല്ലായ്പ്പോഴും സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട്. ഫ്രിഡ്ജസ് ആണെങ്കിലും നമുക്ക് ഈ കാണുന്ന മോഡലൊക്കെ നമുക്ക് സെയിം, ഇതൊക്കെ മൊത്തം ഇരിക്കുന്ന ഒരു 10-300 പീസോളം ഇരിപ്പുണ്ട്. ഇതൊക്കെ ഒരു 3-4 മോഡലുകളാണ് ഇരിക്കുന്ന എല്ലാം. ഇതേ കണ്ടീഷനിൽ നമുക്ക് നമ്മുടെ മറ്റു ബ്രാഞ്ചിലും ഉണ്ട് കേട്ടോ. മറ്റു ബ്രാഞ്ചിലും ക്വാണ്ടിറ്റി അവർക്ക് അവിടെ സ്റ്റോക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 ദിവസത്തിൽ ഇവിടുന്ന് എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് ഒരുപാട് കമൻറ്റ് വരുന്നത് നമ്മൾ കാണാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ വീഡിയോ കയറാൻ വേണ്ടി വില കുറച്ച് പറയുന്നു. ഇങ്ങനെ ഒരു ഫ്രിഡ്ജ് എടുത്തു, ഫ്രിഡ്ജിന് നമ്മളൊരു വില പറയുന്നു, ആൾക്കാർ ഇവിടെ തിരക്ക് വരുമ്പോൾ അതിന് ആ വിലയ്ക്കല്ല നിങ്ങൾ കൊടുക്കുന്നതെന്നൊരു പരാതി ഉണ്ട്. അങ്ങനെ ഇവിടെ ഉണ്ടോ? ഇല്ല, നമുക്ക് അങ്ങനെ സാധാരണ ഇതിൽ വരാറില്ല. നമ്മളിപ്പോൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ മുതൽ ഇത്ര രൂപ വരെ എന്നുണ്ട്. ഡബിൾ ഡോർ ആണെങ്കിലും അതുപോലെ തന്നെ. ഡബിൾ ഡോർ ഒത്തിരി ബ്രാൻഡ് വരുന്നുണ്ട്, ഒത്തിരി മോഡൽ വരുന്നുണ്ട്. ഇപ്പോൾ ഒരേ കപ്പാസിറ്റിയുടെ അധികം സ്റ്റാർ റേറ്റിംഗ് 2 വരുന്നുണ്ടാവും, 3 വരുന്നുണ്ടാവും, അത് 2 ബ്രാൻഡ് വരുന്നുണ്ടാവും. ഇവിടെയൊക്കെ റേറ്റിൽ വേരിയേഷൻ ഉണ്ടാവും. നമ്മളിപ്പോൾ സ്പെസിഫിക് ആയിട്ടൊരു മോഡൽ കാണിച്ചിട്ട് അതിനൊരു റേറ്റ് പറഞ്ഞാൽ ആ സാധനം കസ്റ്റമറോട് വന്ന് അതേ റേറ്റിൽ തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. അതേ മോഡൽ ഒരു ഐറ്റം അതിനേക്കാൾ ഡാമേജ് അല്പം അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കൂടെ ഡിസ്കൗണ്ട് ചെയ്തിട്ടായിരിക്കും നമ്മളത് സെയിൽ ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ വീഡിയോ കണ്ട ആ റേറ്റിൽ തന്നെയാണ് ഇവിടെ സാധനങ്ങൾ ഓരോന്നും കൊടുക്കുന്നത്. അതിപ്പോൾ ഒരു കസ്റ്റമർ ഇവിടെ വന്നു, ആ ഒരു സാധനത്തിനെ ഇപ്പം നമ്മൾ നേരിട്ട് കാണുമ്പോഴല്ല, ഈ വീഡിയോ കാണുമ്പോഴല്ല, ആളിവിടെ വന്ന് കാണുമ്പോൾ അതിനകത്ത് എവിടെയെങ്കിലും ഒരു സ്ക്രാച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പെട്ടെന്ന് കാണത്തക്ക രീതിയിൽ ഒരു അവർക്ക് എടുക്കാൻ മടിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ട്, അല്ലെങ്കിൽ ഏറ്റവും ചിലർക്ക് ഫ്രണ്ടിലൊക്കെ വരുന്ന ഡാമേജ് അത്യാവശ്യം ബുദ്ധിമുട്ടായിട്ട് തോന്നും. തീർച്ചയായിട്ടും എല്ലാവരും പർപ്പസ് പലതാണ്. ചിലർ ഷോപ്പിലേക്കും മറ്റും വെക്കാൻ കൊണ്ടുവന്നതാണ്. അവർക്ക് ഈ പറയുന്ന പോലെ പുറമേ ഉള്ള ഡാമേജ് ഒന്നും വിഷയമില്ല, അവർക്ക് കപ്പാസിറ്റി മാത്രമാണ് വിഷയം. പല രീതിയിലുള്ള കസ്റ്റമറുണ്ട്, പല രീതിയിലുള്ള ആവശ്യമാണ് അവർക്ക്. അതനുസരിച്ചൊക്കെ കൊടുക്കാനുള്ള പല കണ്ടീഷനുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് നിങ്ങളെ എങ്ങനെ കോൺടാക്ട് ചെയ്യാം? നമ്മുടെ സെയിൽസിലുള്ള മാർക്കറ്റിംഗ് സ്റ്റാഫിൻ്റെ നമ്പർ നമുക്ക് ഇതിനോടൊപ്പം ചേർക്കാം. നമ്മുടെ ആലപ്പുഴയിൽ ഒരു 4 സ്റ്റാഫുണ്ട്, അവരുടെ നമ്പർ ചേർക്കാം. അതുകൂടാതെ നമുക്ക് മാവേലിക്കരയിൽ ഒരു 2 സ്റ്റാഫുണ്ട്, കോട്ടയത്ത് 2 സ്റ്റാഫുണ്ട്. ഇവരുടെ എല്ലാം ബ്രാഞ്ച് വൈസ് നമുക്ക് കോൺടാക്ട് നമ്പർ കൊടുക്കാം. ഏറ്റവും അടുത്തുള്ള കസ്റ്റമർക്ക് അവരവരുടെ അടുത്തുള്ള ബ്രാഞ്ചിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സാധനം ഓർഡർ ചെയ്തെടുക്കാവുന്നതാണ്. അതായത് ഓരോ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അവരവരുടെ ഓരോ സ്ഥലത്തിനും അടുത്തുള്ള ഔട്ട്ലെറ്റുകൾ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ച് ഇവരെ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ സംസാരിക്കും, അല്ലെങ്കിൽ നേരിട്ട് ഗോഡൗണിലേക്ക് വന്ന് സൗകര്യം അറേഞ്ച് കൊടുക്കാം. നിങ്ങൾ ഇവിടെ കൊടുക്കുന്ന പ്രോഡക്റ്റിനൊക്കെ വാറണ്ടി ഉണ്ടോ? ഇതിലെല്ലാത്തിനും വാറണ്ടി ഇല്ല. ഒരുമാതിരിപ്പെട്ട ഭൂരിഭാഗം സാധനങ്ങൾക്കും കമ്പനിയുടെ വാറണ്ടി ഇല്ല. വളരെ റയറായിട്ടുള്ള 1-2 ഐറ്റംസിന് മാത്രമേ കമ്പനി വാറണ്ടി ഉള്ളൂ. നമ്മൾ കൊടുക്കുന്നത് 1 മന്ത് ചെക്കിംഗ് വാറണ്ടിയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സാധനം എടുത്താൽ 30 ദിവസത്തേക്ക് ചെക്കിംഗ് വാറണ്ടി. ആ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ 30 ദിവസം നിങ്ങൾ ഉപയോഗിച്ച് ഇവിടുന്ന് ഒരു പ്രോഡക്റ്റ് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് 30 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും 30 ദിവസം വരെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ എന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. സർവീസ് ഉണ്ടെങ്കിൽ ആ ഒരു പീരീഡിൽ നമ്മൾ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് കൊടുക്കും. സ്പെയർ മാറണ്ടാണെങ്കിൽ മാറിക്കൊടുക്കും. അത് മുൻ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ അത് റീപ്ലേസ് ചെയ്യേണ്ട കണ്ടീഷൻ ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യും. അത് കസ്റ്റമറുടെ ഒരു സൗകര്യം കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നീട് വരുന്നത് പെയ്ഡ് സർവീസ് ആയിരിക്കും. ഒരു മാസത്തിന് ശേഷം എത്ര നാളത്തിന് ശേഷമാണെങ്കിലും നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മൾ സർവീസ് കൊടുക്കുന്നുണ്ട്. അത് പെയ്ഡ് ആയിരിക്കും, സർവീസ് പെയ്ഡ് ആയിരിക്കും. സ്പെയർ എന്തെങ്കിലും മാറണമെങ്കിൽ അതിൻ്റെയും തുച്ഛമായിട്ടുള്ള റേറ്റ് വരും. അവർക്ക് കമ്പനിയുടെ പെയ്ഡ് സർവീസും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ വീഡിയോയുടെ തുടക്കം പറഞ്ഞു, ഇത് വളവനാട്, ആലപ്പുഴ ജില്ലയിലെ വളവനാട് ഔട്ട്ലെറ്റ്. ആലപ്പുഴ ജില്ലയുടെ വളവനാട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ മാറി നിൽക്കുന്ന ഭാഗമാണ് നമ്മുടെ ആലപ്പുഴ വളവനാട്. ഇത് കൂടാതെ നിങ്ങൾക്ക് എവിടെയൊക്കെ ഉണ്ട്? ഇത് കൂടാണ്ട് നമുക്ക് മാവേലിക്കരയൊക്കെ പറയാം. മാവേലിക്കര, ചാരുമൂടിനിടയിൽ ചുനക്കര, കോട്ടമുക്ക് എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മുടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. അത് കൂടാതെ കോട്ടയം ജില്ലയിൽ കുറുപ്പന്തറയിൽ നമ്മുടെ ഒരു പുതിയ ബ്രാഞ്ച് ഒരു 2 മാസമായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ അതിന് പുറത്തിരുന്ന് കാണുന്ന ആൾക്കാരുണ്ടാകും. അപ്പോൾ അവർക്ക് നമ്മൾ ഡെലിവറി ഓപ്ഷൻസ് എന്തൊക്കെയുണ്ട്? ഇപ്പോൾ നമ്മുടെ മുൻ വീഡിയോകളിൽ ഒത്തിരി നമുക്ക് വന്നേക്കുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിവറി സൗകര്യം ഒന്ന് അറേഞ്ച് കൊടുക്കുക എന്നുള്ളത്. നമുക്ക് ഡെലിവറി സൗകര്യം എന്തായാലും ഇല്ല. ദൂരെ ഉള്ളവർക്ക് നമ്മൾ ഡെലിവറി അറേഞ്ച് ചെയ്യാൻ തന്നെ വണ്ടിക്കൂലി നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊറിയറിൻ്റെ 1-2 ഓപ്ഷൻ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി അല്പം ദൂരെയുള്ള 1-2 ജില്ലയ്ക്ക് അപ്പുറത്തുള്ളവർ പോലും വിളിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ ഐറ്റംസിലും ഇല്ല. നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്ന വെൽ പാക്ഡ് ആയിട്ട് വന്നേക്കുന്ന കുറച്ച് ഐറ്റംസ് ഇതൊക്കെ നമുക്ക് വെൽ പാക്ഡ് ആയിട്ട് വന്നേക്കുന്നത്. അതായത് ഷോറൂമിൽ അതേ കണ്ടീഷനാണ്. എല്ലാ ഭാഗത്തും തെർമോക്കോളും സേഫ് ആയിട്ടുള്ള ഒരു പാക്കിംഗ് ഇല്ല. ഇതൊക്കെ നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാവുന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മളിതിൻ്റെ ഒരു പാക്കേജിൻ്റെ വെയിറ്റും വേണ്ട കസ്റ്റമറുടെ ഒരു ദൂരവും അനുസരിച്ചിട്ട് നമ്മൾ 1-2 കൊറിയർ സർവീസ് ഉണ്ട്. നമുക്ക് ആ ഡിസ്റ്റൻസിലേക്ക് ഇത് കൊറിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്.